മാമൻ്റെ മോളെ പുതിയ വീടാണ് ഇത്. ഇന്ന് വീട്ടിൽ കൂടലാണ്. അപ്പോൾ നമ്മൾ രാവിലെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് താമസിച്ചു പോയി. അതുകൊണ്ട് പാല് കാച്ചലിൻ്റെ വീഡിയോ കിട്ടിയില്ല. പാല് കാച്ചൽ കഴിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ഈ പുറത്തുനിന്ന് കാണുന്നത് പോലെ നമുക്ക് അകത്ത് കയറിയാൽ നല്ല രസമാണ്. നല്ല ഒരു റിസോർട്ടിൽ കയറിയതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാവും. പിന്നെ പ്രണതി എന്നാണ് വീട്ടുപേര്. പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റില്ലെങ്കിലും അതൊരു സ്റ്റൈല്. ഇന്ന് അകത്ത് കയറിയിട്ടാകുമ്പോൾ നല്ല ചുമരിനെല്ലാം നല്ല ഡിസൈനാണ്. മൊത്തത്തിൽ വലിയൊരു ഹാളാണ്. കയറുമ്പം തന്നെ അതിനൊരു ചെറിയൊരു പാർട്ടാക്കിയിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. 2 ഭാഗമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഹാളിൽ തന്നെയാണ് സ്റ്റെയർ കേസ്. നല്ല ഒരു സെറ്റപ്പാണ്. ഇപ്പം പിന്നെ പഴയ മോഡൽ വീടുകൾ ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പം എല്ലാം പുതിയ തരത്തിലല്ല. അപ്പോൾ ഓരോ രീതിയിലുള്ള വീടുകൾ കാണാനും നല്ല രസമല്ലേ. ഓരോ വീട് നമ്മളിങ്ങനെ കാണുന്നതിന് ഓരോ വ്യത്യസ്തമായിരിക്കും. ഇതിപ്പോൾ നല്ല ഒരു രസമാണ്. നമ്മളിങ്ങനെ സെൻട്രൽ ഹാളിൽ നിന്ന് അടുക്കള ഭാഗത്തോട്ട് കയറി അതിനൊരു സൈഡിലേക്ക് പോകുമ്പോൾ ബെഡ്റൂമാണ്. 2 സൈഡിലായിട്ട് ഓരോ ബെഡ്റൂം. അതിങ്ങനെ സെൻട്രൽ ഹാളിൽ നിന്ന് നോക്കിയാൽ കാണൂല. ആ രീതിയിലാണ് ഇതിൻ്റെ നല്ല ഒരു ഇതാകണ്ട. ഒരു അകത്തേക്ക് കയറുമ്പോൾ ഒരു റിസോർട്ടിൽ പോയ പോലത്തെ ഒരവസ്ഥയാണ്. നല്ല രസമാണ്. ഒരു ബാത്റൂം. ആ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണിത്. എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ്. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ എതിർവശത്ത് മറ്റേ ബെഡ്റൂം. വലിയ നല്ല സൗകര്യമുള്ള റൂമാണ്. പിന്നെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അടുക്കള. ഇതടുക്കള. ഇപ്പം എല്ലാ വീടുകൾക്കും 2 അടുക്കള ഉണ്ടാവുമല്ലോ. ഒരു വലിയ അടുക്കള, ഒരു ചെറിയ അടുക്കള. ഇതിപ്പോൾ വലിയൊരു അടുക്കള. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് കടന്നാൽ ഒരു ചെറിയൊരു, പിന്നെ സ്റ്റോർ റൂം. നല്ല സൗകര്യമുള്ള വീടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കൊന്ന് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഇപ്പോഴത്തെ വീടുകൾക്കെല്ലാം അലങ്കാരം ഇങ്ങനെ ഉള്ള ലൈറ്റുകൾ തൂക്കിയ പെയിൻറ്റിങ് ഉണ്ട്. ഇത് മേലെ കയറിയിട്ടാകുമ്പം പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല വിശാലമായ ഒരു സ്ഥലമുണ്ട്. നല്ല ഇരുന്ന് കാറ്റ് കൊള്ളാൻ പറ്റിയ ഒരു സ്ഥലം. ഇത് വലിയൊരു സ്ഥലമായിപ്പോയി. ഇങ്ങനെയുണ്ട്. അകത്ത് കയറിയാൽ പിന്നെ ഒരു ബെഡ്റൂം. കുട്ടികളെല്ലാം കളിക്കുന്ന തിരക്കാണ് അതിൻ്റെ അകത്ത്. നമ്മളങ്ങ് കയറുമ്പോൾ എല്ലാവരും അതിശയത്തോടെ നോക്കുന്നുണ്ട്. ഒരു കൗതുകം. ഫാന് കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എല്ലാ ബെഡ്റൂമുകളും നല്ല വിശാലമായ സ്ഥലമുള്ളതാണ്. അവിടുന്ന് പുറത്തിറങ്ങിയാലും ഇതേപോലെ തന്നെ നല്ല സ്ഥലമാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ല പച്ചപ്പ് കാണാനുണ്ട്. നല്ല പ്രകൃതി ഭംഗി. മേലെ നിന്നിട്ട് നോക്കുമ്പോൾ
റോഡ് മുന്നിൽ തന്നെ റോഡാണ്. അടുത്ത പറമ്പിലെ വാഴത്തോട്ടം കാണാൻ നല്ല പച്ചപ്പുണ്ട്. നമ്മൾ വീണ്ടും അകത്തേക്ക്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വീടായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടതാണ്. എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച്. നമുക്കിതുപോലെ ആർക്കെങ്കിലും ഒരു വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് നമുക്ക് പ്ലാൻ കൊടുക്കാമല്ലോ. സഹോദരിമാർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുശുമ്പി കയറിയിരിക്കുന്നുണ്ടോ? അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് അത് മുറിഞ്ഞുപോയി. സീറ്റുകളെല്ലാം കാലിയായി, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയെന്നാണ് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് പോയേക്കാൻ തോന്നുന്നു. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. തയ്യാറാക്കി വെച്ചതുണ്ട്. ബിരിയാണിയുണ്ട്, നെയ്ച്ചോറുണ്ട്, ഫ്രൈഡ് റൈസ്, ഏത് തരം വേണമെങ്കിലും ഉണ്ട്. ഞാൻ പ്ലേറ്റ് നീട്ടി നിൽക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ പ്ലേറ്റിലേക്ക് വന്ന് വീണില്ല ഭക്ഷണം. എൻ്റെ പ്ലേറ്റിലേക്ക് കാട്ടുമ്പം അപ്പുറത്തെ പ്ലേറ്റിലേക്ക് പോയി. കിട്ടി, എനിക്ക് ഭക്ഷണം കിട്ടി. നെയ്ച്ചോറ്, മസാലക്കറി, അച്ചാറ്, തൈര്. എൻ്റെ പിറകിൽ നിൽക്കുന്നയാൾ അച്ചാർ വിളമ്പി, തൈരും വിളമ്പി. അതുകൊണ്ട് ഒരു ഗ്ലാസ് പായസം എടുത്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു.